ഹലോ, എല്ലാവർക്കും ഫാമിലി വണ്ണിന്റെ പാലക്കാട് റിസോർട്ട് എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ അറ്റ് ലാസ്റ്റ് ഡേ നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റൂം ഡേ ഇതാണ് കേട്ടോ. വരുമ്പോ തന്നെ ഒരു നല്ലൊരു പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഒരു ചെറിയൊരു വാഷ്റൂം ആണ് വരുന്നത്. നമ്മള് സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ഇതാണ് ബാൽക്കണിയിൽ വരുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു വാഷ്റൂം പറഞ്ഞത് അതുപോലെ എടുക്കണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഈശ്വര, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒന്ന് പൊക്കി പേടിച്ച് പോകുമ്പോ വേറെ വണ്ടി മമ്മയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. മമ്മ എവിടെയും കടന്നു നോക്കിയേ. നിശാന്തി എങ്ങനെയുണ്ട്? പാടാണോ? ആഹാ, പോണോ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസാ. എനിക്ക് മമ്മയുടെ എക്സ്പ്രഷൻ ഒന്ന് കാണണം, എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടമ്മ? പറ സത്യം. ചെരുപ്പൂരിട്ടാ പ്രശ്നമായത്. എനിക്ക് കാല് കിടന്നില്ല, ഇതിട്ട് കയറാൻ പറ്റില്ല. പപ്പ എങ്ങനെയുണ്ട്? അടുത്തത് നമ്മള് കേവ് ഹൗസിലേക്കാണ് കേട്ടോ പോണേ. ഇതാണ് നമ്മളുടെ കേവ് റൂം എന്ന് പറയുന്നത്. സോ അടിപൊളിയൊരു ₹35,000. പാര
ആണല്ലേ. മുകളിലൊരു നല്ല ഇതുണ്ടല്ലേ. എങ്ങനെയുണ്ട് കേവ് റൂം? നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി, ഇതാണ് റൂം. ഇനി അടുത്തത് നമുക്ക് ഈ കേവ് റൂമിന്റെ ചുറ്റും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് നടക്കാനായിട്ട്. ഇത് നമ്മൾ കേവ് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു വിഷ്വലാണ്. നമുക്ക് നമ്മുടെ ആ റൂമിനെ ചുറ്റിക്കറങ്ങി വരാൻ പറ്റും. തിരിച്ച് നമ്മൾ വീണ്ടും വന്ന വഴിയല്ല, ഇത് വേറെ വഴിയാണ്. ഒരു പാറയുടെയൊക്കെ ഇടയിൽ കൂടി നടക്കുന്ന നല്ലൊരു അടിപൊളി വൈബാണ്. അങ്ങോട്ട് പോണത് ഇതിലെയാന്ന് തോന്നുന്നത്. ഇതില് വഴിയുണ്ടോ? ഇതിലെ പോയിട്ട് ഉള്ളിൽ കൂടി കയറും. പപ്പേ അപ്പൊ ഇതുപോലത്തെ ഒരു നല്ലൊരു ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മൾ അടുത്ത ഗുഹയിലോട്ട് പോകുന്നത്. അത് കേവ് ഹൗസ് ആണെന്ന് തോന്നുന്നില്ല, ജസ്റ്റ് ഒരു ഗുഹയാണെന്നാ തോന്നുന്നത്. എന്തായാലും മനൊന്ന് ആദ്യം ഇറങ്ങിച്ചെല്ലണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അപ്പൊ ഞങ്ങളും വരാം. ഇതിലിറങ്ങണം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് താമരക്കുളം. താമരയില്ലാത്ത താമരക്കുളമാണ്, മനസ്സിലാക്കി അടിച്ചോണ്ട് വന്ന കേവ് ഹൗസിൽ അടിച്ചോണ്ട് വന്ന ബ്രൗൺ ഷുഗർ അല്ല. എന്താണ് ഇവിടെ രണ്ടുപേരും ഒരു പരിപാടി? തിരിച്ച് നമ്മള് വന്ന വഴിയല്ലേ ഇത്? വേണോ വേണോ? അവിടെ ഒരു ഹിഡൻ റൂം ഉണ്ട്. എന്താ നോക്കാം റൂം. ഇല്ല, അത് റൂമല്ലല്ലോ. അയ്യോ, ഇത് ബാത്റൂമാണ്. ഷവർ. ഇത് ബാത്റൂമാണ്. ഇവിടെ ഒരു ഓപ്പൺ ബാത്റൂം. ബെഡ്റൂം ആയിരിക്കും. തുറന്നു നോക്കിയേ. അങ്ങോട്ട് താഴത്തോട്ട് നോക്കണ്ട, ഫ്രണ്ടിലോട്ട് മാത്രം നോക്കിയാൽ മതി. ഒന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് അപ്പൊ പൂളിലൊക്കെ ഇറങ്ങി എല്ലാരും ഫ്രഷ് ആയിട്ട് ചിറ്റ് ചാറ്റിംഗ് ആണ്. പൂളിലിറങ്ങിയ തുണികളുടെ ഉണക്കാനിട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് റൂം സർവീസില് വരത്തിയ ഫുഡ് ഐറ്റംസ് ആണ്. കൊറേ സാധനങ്ങളുണ്ട്. ചോറ് എന്തൊക്കെയാ നോക്കാം. ഇത് സമൂസയാന്ന് തോന്നുന്നു. ചിക്കൻ സമൂസ. നല്ല ചിക്കൻ സമൂസയുടെ വലിപ്പം നോക്കിയേ. വാവ്, ഇത് ബ്രൗണി വിത്ത് ഐസ്ക്രീം. 3 ബ്രൗണി വിത്ത് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റേർഡ് അല്ല, എന്തുവാണ് ഇത്? എന്തോ ഒരു ഫ്രൂട്ട് സലാഡ്. അപ്പൊ നമ്മള് ജസ്റ്റ് ഈവനിങ് ആയിട്ട് പറഞ്ഞ ഐറ്റംസ് ആട്ടെ കാണുന്നത്. സോ എല്ലാവരും എടുത്ത് കഴിച്ചു. അവന്മാർക്ക് സമൂസയുടെ വലിപ്പം ഭയങ്കര കുറഞ്ഞു പോയി. ടേസ്റ്റ് ഉണ്ടല്ലോ. മനു ഉണ്ണിയും വന്നിട്ടാ സെറ്റപ്പ് ബോക്സ്. ഹലോ, ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത് മുകളിലാണ്. അപ്പൊ നമുക്ക് ക്യാമ്പ് ഫയറിലേക്ക് പോവാം. Bitches in the kitchen going home because bitches so my bitches fucking on my dick. They're throwing money for a bitch more than anything. അങ്ങനെ നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ ദേ പുറത്തുനിന്നാണ് കേട്ടോ. ഇവിടത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്തില്ല.
ഹലോ നോക്കിയേ. ഹായ്. അറിയോ? ഗുഡ് മോർണിംഗ്. അങ്ങനെ എല്ലാരും ഡ്രസ്സൊക്കെ മാറി ഇതേ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ നിർത്തുക. ഹലോ. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? അങ്ങനത്തെ നമ്മളുടെ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും ഇന്നത്തോടെ കഴിയുകയാണ്. അപ്പോൾ നമ്മളിത് ചെക്കൗട്ട് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആ വഴിക്ക് കുറച്ച് സൈറ്റ് സീൻ കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ എൻട്രൻസ് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു പാലക്കാട് ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉള്ള ഒരു പ്ലേസും കൂടി ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട്. വെക്കടാ. ഫിഷ് സ്പായും കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി കയറി കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പാലക്കാട് റിസോർട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.